സത്യം എത്രത്തോളം ഉണ്ട് ഒരു പരസ്യത്തിൽ. അതെ. അതിന് ഏറ്റവും നല്ലൊരു കാര്യം ഏതായിരിക്കും ആദ്യത്തെ പരസ്യം എന്ന് ആലോചിക്കുക. ഇപ്പം ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ബൈബിൾ ബേസ് ചെയ്യാം. ആദ്യമ മാതാപിതാക്കൾ ഏതേൻ തോട്ടത്തിലായിരുന്നു. അപ്പോൾ പിശാച് അവരെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്നു. ഒരാപ്പിള്, ഒരു പഴം കാണിച്ചിട്ടാണ് അതെ ഇത് നന്മ തിന്മകളുടെ ഫലമാണ്, ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകും എന്ന് പറയുന്നത്. അതായിരിക്കുമോ ആദ്യത്തെ പരസ്യം? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അത് തന്നെയാണ് നമ്മുടെ പരസ്യക്കാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും ആദ്യത്തെ പരസ്യമെങ്കിൽ അതെ എത്രത്തോളം സത്യമുണ്ട്. സത്യമുണ്ട്. അതെ. പക്ഷെ അത് പറയുന്ന രീതിയാണ്. എൻ്റെ മമ്മി എപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തുടങ്ങുന്ന ഒരാൾക്കുള്ള ഭക്ഷണം എൻ്റെ വീട്ടിൽ എപ്പോഴും എക്സ്ട്രാ കാണും. അതാരായിരിക്കും വരുന്നതെന്ന് അറിയില്ല. എപ്പോൾ ഇവിടെ വന്നാലും മമ്മിക്ക് ഭക്ഷണം കൊടുക്കാനുണ്ടാവും. അതെ. അത് ഞാനിങ്ങനെ വാച്ച് ചെയ്യാൻ എൻ്റെ കുഞ്ഞുനാളിൽ തുടങ്ങി വാച്ച് ചെയ്യുന്നതായിരുന്നു. എൻ്റെ അച്ഛനും അതിനകത്തൊരു സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. ശരിയാണ്, സിനിമ ഒരു കൊമേഴ്ഷ്യൽ മീഡിയം ആണ്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. കാരണം വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ചോക്ലേറ്റ് നമ്മൾ കഴിക്കുന്നു. അത് വർണ്ണക്കടലാസ് അത്യാവശ്യമാണ്, എൻ്റെ അകത്തെ ചോക്ലേറ്റ് കണ്ടൻറ്റും അത്യാവശ്യമാണ്. പക്ഷെ അതിനുള്ളിലൊരു കപ്പലണ്ടിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൽ ന്യൂട്രീഷൻ ഉണ്ട്. അതെ. എല്ലാ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ആ കപ്പലണ്ടി അതിനകത്ത് വേണം, നട്ട്സ് അതിനകത്ത് വേണം. അതെ. നമസ്കാരം. 90.8 റേഡിയോ മീഡിയ വില്ലേജിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. മലയാള നാട് ഓണത്തിൻ്റെ നിറവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഓണവിശേഷങ്ങളും ഒപ്പം ഓണത്തിൻ്റെ ആഹ്ലാദവും സന്തോഷവും നമ്മളിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, 22ാമത്തെ വയസ്സിൽ ഉത്തര എന്ന മൂവിയിലൂടെ നിരവധി പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങളൊക്കെ കരസ്ഥമാക്കിക്കൊണ്ട് മലയാള സിനിമയിൽ എത്തുകയും തുടർന്ന് ദക്ഷിണേന്ത്യയിലെ തന്നെ വിവിധ ഭാഷകളിൽ, മലയാളം ഉൾപ്പെടെയുള്ള വിവിധ ഭാഷകളിൽ മാർക്കോണി മത്തായി എന്ന സൂപ്പർ ഹിറ്റ് മൂവി ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ തൻ്റെ സാന്നിധ്യം അരക്കിട്ടുറപ്പിച്ച സോൾ സ്റ്റോറീസ് എന്ന ലോകം മുഴുവൻ ഒരുപാട് ശ്രോതാക്കൾ ഇഷ്ടപ്പെടുന്ന, ഒരുപാട് വ്യൂവേഴ്സ് ഇഷ്ടപ്പെടുന്ന, സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ പ്രിയങ്കരനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന, അതുപോലെ തന്നെ 300-ലധികം പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്തുകൊണ്ട് ഇന്ന് ഈ രംഗത്ത് അഗ്രഗണ്യനായി മാറിയിരിക്കുന്ന, സമൂഹത്തിൽ ശ്രദ്ധേയമായ സ്ഥാനം വഹിക്കുന്ന ഒരു അനുഗ്രഹീത ചലച്ചിത്ര സംവിധായകനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ചങ്ങനാശ്ശേരിയുടെ അഭിമാനം, നമ്മുടെ സ്വന്തം ശ്രീ സനിൽ കളത്തിൽ. ഏറെ സ്നേഹത്തോടെ ആദരവോടെ സാറിനെ റേഡിയോ മീഡിയ വില്ലേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. ആദ്യമേ തന്നെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഓണം പൊതുവെ തിരക്കായിരിക്കും, മലയാളത്തിൽ തന്നെ വേണം ഓണാശംസകൾ. ഓണം പൊതുവെ തിരക്കായിരിക്കും തോന്നുന്നു. ഓണം പരസ്യങ്ങൾ കൊണ്ട് തിരക്കുകളുണ്ട്. അല്ലെങ്കിൽ കഴിയുന്നത്ര ഓണം വരുമ്പോൾ നമ്മൾ കഴിയുന്നത് തിരക്ക് കുറയ്ക്കും, വരെ വീട്ടിലിരിക്കണം. എന്താണ് ഒരു ഫിലിം ഡയറക്ടർ എന്നുള്ള നിലയിൽ ശ്രീ സനിൽ കളത്തലിൻ്റെ ഓണം എങ്ങനെയാണ്? എൻ്റെ ഓണം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ചില എല്ലാ മലയാളികളെ പോലെ തന്നെ ഏറ്റവും സന്തോഷിക്കുന്ന സമയം ഓണാഘോഷം തന്നെയാണ് ഉറപ്പായിട്ടും. കാരണം ഓണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ഞാൻ വളരെ ഈ വീടും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ശരി. അപ്പം എനിക്ക് വീട്ടിലിരിക്കണം, കുടുംബാംഗങ്ങളോടൊപ്പം ആഘോഷിക്കണം, എല്ലാവരും വേണം, സുഹൃത്തുക്കളും എല്ലാവരുമായിട്ട് ആഘോഷിക്കണം, എല്ലാവർക്കും പുതിയ ഡ്രസ്സ് എടുക്കണം, ഊഞ്ഞാലാടണം എന്നൊക്കെ പറയുന്ന എല്ലാ ട്രഡീഷണൽ നമ്മുടെ ചിന്തകളും അതിലൂടെ തന്നെ പോകണം. നിലത്തിരുന്ന് തന്നെ ഉണ്ണണം. നമ്മൾ നിലത്ത് ഇരുന്ന് ഒരു ദിവസം മാത്രമായിരിക്കും എൻ്റെ ഈ ശരീരം കൊണ്ട് ഞാൻ നിലത്തിരുന്ന് ട്യൂഷനിൽ ഉണ്ടെന്നത് എന്ന് പറഞ്ഞ നിർബന്ധമുള്ള ആളാണ് ഓണത്തെ. കാരണം നമുക്കൊരു കിട്ടിയ, എനിക്കൊന്ന് മലയാളിക്ക് കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. മലയാളിയായി ജനിക്കാൻ പറ്റിയ തന്നെ മഹാഭാഗ്യം. ഓണം ആഘോഷിക്കുന്നത് മഹാഭാഗ്യം. കാരണം എനിക്ക് തോന്നുന്നത് ഈ ഓണത്തിലാണ് നമ്മൾ ഒന്നാണ്. നമ്മൾ മതമില്ല, രാഷ്ട്രീയമില്ല, നിറങ്ങളില്ല, ഒന്നുമില്ല. എല്ലാത്തിനും ഒറ്റ മനുഷ്യരാണ്, ഒറ്റ ചിന്തയില് ഒറ്റ ആഘോഷം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലോകത്ത് വേറെ എവിടെ എത്രത്തോളം ഉണ്ടെന്ന് പോലും അന്വേഷിക്കേണ്ടി വരും. കാരണം അത് കിട്ടിയ മലയാളി
ഭാഗ്യവാന്മാരാണ്. ആ ഭാഗ്യം കിട്ടിയ ഒരു മലയാളി എന്നുള്ള നിലയിലാണ് എനിക്ക് എൻ്റെ സന്തോഷം. അതുകൊണ്ട് ഒരു 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 ഓണവും നമ്മൾ മിസ്സാക്കാറില്ല. ഒരിക്കലും ഒരു കോംപ്രമൈസിന് നമ്മൾ തയ്യാറല്ല ഓണത്തിന്റെ കാര്യം. അതെ അതെ, ഞാനിപ്പോഴും മറ്റേ അടുക്കള സജീവമാകണം, വറപൊരികൾ വേണം. അതെ, കാരണം എൻ്റെ ഭാര്യ ഭാഗ്യത്തിന് അതിൻ്റെയൊക്കെ ആളാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരി. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പറയുമ്പോഴത്തേക്കിന് എല്ലാ ഒരുക്കങ്ങളോടും കൂടി തന്നെ ഓണം ആഘോഷിക്കുന്ന ഒരു വീടാണ്. അതെ. പിന്നെ അങ്ങ് ഒരു ചങ്ങനാശ്ശേരിക്കാരനാണ്. ശരിക്കും ബാല്യകാലം ഒക്കെ ചങ്ങനാശ്ശേരി ആണ് പഠിച്ചതും വളർന്നതും ഒക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഈ നാടിന്റെ ഒരു സൗന്ദര്യവും സൗഭാഗ്യവും ഒക്കെ അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ശരിക്കും. തീർച്ചയായിട്ടും. കാരണം നമ്മൾ അത് പറയുമ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിക്കാരൻ വീണ്ടും അഭിമാനത്തിന്റെ ഒരു കാര്യമാണ്. കാരണം ചങ്ങനാശ്ശേരിക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരിക്കലും ചങ്ങനാശ്ശേരി ഒന്നിനും മനുഷ്യനെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് സമഭാവനയുള്ള ഒരിടം ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി എന്നുള്ള പേരിൽ തന്നെ ശംഖനാഥ ബാങ്കിശ്ശേരിയാണ് ചങ്ങനാശ്ശേരിയായി മാറിയെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം വെച്ചാൽ രാവിലെ 6 മണിക്ക്, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലിരുന്നാൽ ഇത് മൂന്നും ഒരേ സമയം കേൾക്കാം. പള്ളിയിൽ മണിയടിക്കുന്നതും ബാങ്ക് വിളിക്കുന്നതും ക്ഷേത്രത്തിലെ എന്താണ് നമ്മുടെ ശംഖു ഊതുന്ന ഒരേ സമയം കേൾക്കാം. അപ്പം അത് കേട്ട് ഉണരുന്നതുകൊണ്ടാണോ എന്നറിയില്ല, അത് കേട്ട് ഉണരുന്നതുകൊണ്ടാണ് ചങ്ങനാശ്ശേരിക്ക് ഈ സമഭാവം. ഇന്ന് വരെ ചങ്ങനാശ്ശേരിയിൽ എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ് മതം ഏതാണ് എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്ക്. മെത്രാപ്പൊലീത്തൻ പള്ളിയുടെ തൊട്ട് നടയിലാണ് സാറിന്റെ വീട് പോലും. അതെ അതെ. അതിനോടൊപ്പം തന്നെ എനിക്ക് എന്താണ് നട തുറക്കുന്ന സ്വരം ഇവിടെ എനിക്ക് കേൾക്കാൻ പറ്റും. എനിക്ക് ഇവിടുന്ന് കേൾക്കാം. ശരിക്കും അത്രയ്ക്ക് നല്ല പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സ്ഥലത്താണ്. അപ്പം നമുക്ക് ചങ്ങനാശ്ശേരിക്കാർക്ക് അഭിമാനിക്കാം. നമ്മൾ മനുഷ്യനെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ, മനുഷ്യനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സ്നേഹമുള്ള ഒരിടത്താണ് നമ്മളുള്ളത്. ഉറപ്പായിട്ട് എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. എന്നെ ഞാനാക്കാനായിട്ട് ചങ്ങനാശ്ശേരി ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ഞാനത് പറയാൻ വന്നേന്ന് തോന്നുന്നു. കാരണം ശരിക്കും ഒരു സംവിധായകൻ്റെ ഉള്ളിൽ ഒരുപാട് കഥകൾ ഉണ്ടാവണം, ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ടാവണം. അത്തരത്തിൽ കഥകളുടെ ഒരു രാജകുമാരനാണ് സനൽക്കളത്തിൽ സാറെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങയുടെ സിനിമ ലൈഫിൽ അങ്ങേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുന്നത് ഈ കഥകളുള്ളിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങയെ സ്വാധീനിച്ച് കഥകൾ ഉണ്ടാക്കുന്നതിൽ സ്വാധീനിക്കാൻ ഈ കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് കരുതുകയാണ്, ഇല്ലേ? അങ്ങയുടെ ബാല്യവും വിദ്യാഭ്യാസവും പിന്നെ നമ്മുടെ നാടും ഒക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ മറ്റെന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ അങ്ങേക്ക് കഥകൾ ഇത്രമാത്രം മനസ്സിൽ വരുന്നതിന് വേണ്ടിയിട്ട്? സാർ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് എനിക്കൊന്ന് ഓർമ്മ വരുന്നത്. എൻ്റെ എല്ലാ വർക്കുകളുടെയും കഥകൾ എൻ്റേതാണ്. കാരണം എനിക്ക് പറയാനുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. ശരിക്കും ഈ ജീവിതത്തിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമായിട്ട് ഞാനിപ്പം കാണുന്നത് എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നോടൊരു ക്ലയൻറ്റ്, എൻ്റെ ഒരു വിൻവർത്ത് എന്ന് പറഞ്ഞ ബ്രാൻഡ്, ദുബായിലെ ബ്രാൻഡാണ്, അതിൻ്റെ ഓണർ സഹജാനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, സനിൽ ഭയങ്കര ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. കാരണം സനിലിന് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ കിട്ടാറ് വലിയ ഭാഗ്യമാണ്. നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും. അതെ അതെ. അപ്പോൾ കഥകളുടെ കാര്യത്തിൽ ശരിക്കും എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണ് എൻ്റെ കഥകളും വന്നിട്ടുള്ളത്. ശരി. കാരണം അത് എല്ലാം കണക്റ്റഡാണ്. സിമ്പിൾ പറഞ്ഞാൽ ഇപ്പം എൻ്റെ മാർക്കോണി മത്തായി എന്ന് പറഞ്ഞ സിനിമയുടെ കഥ പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. ഒറ്റ വാക്യം കൊണ്ട് എനിക്ക് ആ കഥ പറയാം. നമ്മൾ ഷെയർ ചെയ്യുക, ഷെയറിങ് ആണ് അത് പറയുന്നത്. നിങ്ങൾക്ക് ഉള്ളതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നല്ലതുകൾ ചെയ്ത് പൂക്കൾ വിരിയിച്ച് കടന്നു പോവുക. നിങ്ങൾക്കുള്ളത് അങ്ങനെ കടന്നു പോകുന്ന ഒരു മനുഷ്യന് എന്ത് വേണം അത് മറ്റുള്ളവർ തന്നോളൂ, നിങ്ങൾക്കുള്ളത് എത്തിക്കോളൂ എന്ന് പറയുന്ന ഒരു ആശയമാണ് ജയിക്കാനാണ് ഞാൻ മാർക്കോണി മത്തായിലൂടെ ഉദ്ദേശിച്ചത്. തീർച്ചയായും. അപ്പം സ്നേഹത്തിന്റെ ഷെയറിംഗ് ആണ് ആ കഥ. അതിൽ തന്നെ ജയറാം ഈ ഗ്ലാസ്സിൽ ചായ എടുത്തിട്ട് പകുതി ചായ ഒരു ഗ്ലാസ്സിന് ചായ പകുത്ത് മറ്റൊരാളിന് കൊടുക്കുന്നതാണ് അതിൻ്റെ ബേസിക് ആയിട്ട്. അപ്പോൾ എന്നോട് അതൊക്കെ സിനിമ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു ചേട്ടൻ ഇതുപോലെ വഴിവെച്ച് കണ്ടിട്ട് വർത്താനം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി അതുപോലുള്ള സിനിമകൾ എടുക്കണം കേട്ടോ. കാര്യം സ്നേഹത്തെ ഇത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ച് സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്ദേശം ജനങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ ഒരു സംഭവം. നമ്മൾ എത്രത്തോളം വലിയതായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെക്കാട്ടിലും കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പൊതുവെ ജീവിതത്തെ കാണുന്നത് സന്തോഷത്തോടെ ജീവിക്കുക, എൻ്റെ ഇടത്തിൽ രാജാവായിരിക്കുക, അല്ലാതെ വെട്ടിപ്പിടിക്കലുകളൊന്നും എൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതല്ല. അപ്പം അതൊക്കെയാണ് അങ്ങയുടെ സിനിമകളിൽ ശരിക്കും നമ്മളെ ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് വരുന്ന കാര്യങ്ങളിലുള്ള സംഗതികൾ വരുന്നതിന് വേണ്ടിയുള്ള കാര്യം. നമുക്ക് സിനിമയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് നമുക്ക് സിനിമയിലേക്ക് തന്നെ വരാം. ശരിക്കും അങ്ങയുടെ 22ാമത്തെ വയസ്സിലാണ് ഉത്തര സിനിമ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഒരു ബിഗ് ബജറ്റ് ചിത്രം എന്നുള്ള നിലയിൽ വരുന്നത് മാർക്കോണി മത്തായി എന്നുള്ള സൂപ്പർ ഹിറ്റ് മൂവിയാണ്. ശരിക്കും തമിഴകത്തെ ഒരു വലിയ നടനെ ആദ്യമായിട്ട് മലയാളത്തിൽ കൊണ്ടുവരുന്നു. ജയറാം അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നു.
ശരിക്കും ഈ ഉത്തരയിൽ നിന്ന് നമ്മുടെ ഈ മാർക്കോണി മത്തായിലേക്കുള്ള ഒരു വളർച്ചയെ നമ്മൾ നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് ശരിക്കും സിനിമയുടെ സാങ്കേതികത്വത്തിലും സ്ക്രിപ്റ്റിൻ്റെ രചനയിലും ബാക്കി ഈ കഥ പറയുന്ന രീതിയിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടില്ലായിരുന്നു? എന്തായിരുന്നു അതിൻ്റെ ഒരു അനുഭവം എന്തായിരുന്നു? തീർച്ചയായിട്ടും ഉത്തരം ഞാൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കൗമാരത്തിൽ നല്ല ഒരു ആ പ്രായത്തിലാണ് ചെയ്യുന്നത്. കാര്യം ഞാൻ ഡ്രാമ സ്കൂൾ അങ്ങനെ എക്സ്പീരിയൻസ് നാടകങ്ങളിലായിരുന്നു. 16ാമത്തെ വയസ്സിൽ ഫീൽഡിലേക്ക് ഇറങ്ങിയ ആളാണ്. അതെ അതെ, ഞാൻ നാടകങ്ങൾ ആയിരുന്നു. എന്നെ നാടകം പ്രത്യേകിച്ച് പള്ളി എന്നെ ഒത്തിരി മോൾഡ് ചെയ്തതാണ്. അതെ, പള്ളി നാടകങ്ങളും ഒക്കെ ആയിട്ട് ആ സ്റ്റേജുകളൊക്കെയാണ് എന്നെ ഞാനാക്കി മാറ്റിയത്. അതെ. പിന്നെ അവിടുന്ന് ഞാൻ ഡ്രാമ സ്കൂളിൻ്റെ കോഴ്സുകൾ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കൂടുതലും ഈ പറഞ്ഞ പോലെ ചെറിയ ഫിലിംസ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയ ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്നു, ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്നു. അതിന് ശേഷമാണ് ഉത്തര എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. ഉത്തര വരുമ്പോഴത്തേക്കും ശരിക്കും ഞങ്ങളുടെ ഒരു ഫിലിമാണ്, ഫിലിമിൽ ഷൂട്ട് ചെയ്ത സിനിമ. ഇപ്പം ഡിജിറ്റലാണ്. അവിടെ തന്നെ സാങ്കേതിക വ്യത്യാസമാണ്. വെച്ചാൽ ഫിലിമിൽ ഷൂട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഡിസിപ്ലിൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞങ്ങൾ അത് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഫിലിം ക്യാമറ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, എന്നൊരു സൗണ്ട് ഉണ്ട്. അതായത് ഫിലിം മാഗസിൻ കറങ്ങുന്ന സൗണ്ടാണ്. അത് ഞങ്ങളുടെ നെഞ്ചെടുപ്പ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു ക്യാൻ ഫിലിമിന് അന്ന് എനിക്ക് തോന്നുന്നത് അന്നത്തെ 16 രൂപയോ 14,000 രൂപയൊക്കെ വില വരുന്നത്. ഞാൻ ഉത്തര ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ഫിലിം ക്യാനേ ഉള്ളൂ. അതായത് ചിത്രാഞ്ജലി ചിത്രാഞ്ജലിയുടെ നമ്മുടെ ഗവൺമെന്റിന്റെ അസോസിയേഷനിലാണ് സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് 52 ക്യാൻ ഫിലിമിൽ മാത്രമേ അലോട്ട് ചെയ്യത്തുള്ളൂ. അതിനുള്ളിൽ സിനിമ തീരണം. അതാണ് ഫസ്റ്റ് നമ്മുടെ ഒരു ചലഞ്ച് അതാണ്. അപ്പൊ എത്ര എക്സ്പോസ് വരും? 52-ൽ എത്ര ടേക്കുകൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പക്ക റിഹേഴ്സൽ, ആർട്ടിസ്റ്റ് റിഹേഴ്സൽ എല്ലാം പക്ക. അന്ന് ഞങ്ങൾക്ക് മോണിറ്റർ ഇല്ല, സ്പോട്ട് എഡിറ്റ് ഇല്ല. അതെല്ലാം പിന്നീട് മാത്രം ഡയറക്ടർ നോക്കി കറക്റ്റ് റിഹേഴ്സൽ ചെയ്ത് 1:3 3 ഷോട്ട് നമ്മൾ ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ഷോട്ട് യൂസ് ചെയ്യും. ആർട്ടിസ്റ്റും അതുപോലെ നമ്മളോട് സഹകരിക്കും, ഫുൾ ടെക്നീഷ്യൻസും. ഒരു ഡിസിപ്ലിൻ ഉണ്ട്. കാരണം വളരെ ടൈം ബൗണ്ടായിട്ട് വളരെ. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഓർക്കുക അമരം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നത് 18-22 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് ചെയ്ത് തന്ന സിനിമയാണ്. അന്ന് നോക്കിയാൽ മതി, അന്നത്തെ ഏത് സിനിമകളും ആ ഒരു 80s സിനിമകൾ നോക്കിയാൽ മതി. ഈ ഡിസിപ്ലിൻ കറക്റ്റ് ആയിട്ട് ഇതുകൊണ്ടാണ് അന്ന് അത്രയും ഒരുപാട് ഹോംവർക്ക് ചെയ്യും എന്നിട്ട് കൃത്യമായ ഷൂട്ട് നടക്കും. ഇതുകൊണ്ടാണ് അന്നത്തെ സിനിമകൾ 22 ദിവസം കൊണ്ടൊക്കെ. ഇന്നെന്ന് പറഞ്ഞാൽ 90-110 ദിവസമാണ്. കാരണം ഇന്ന് ഡിജിറ്റൽ വന്നപ്പോഴേക്കും നമുക്ക് ഹാർഡ് ഡിസ്കിലാണ് നമ്മൾ സ്റ്റോറി. അപ്പം സ്റ്റോറി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ടേക്കുകൾ എത്ര വേണം എടുക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലോട്ട്. വേസ്റ്റ് വരുന്നില്ല എന്നുള്ളത്, ഫിലിം വേസ്റ്റ്. പക്ഷെ അതും ഇപ്പം എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഹാർഡ് ഡിസ്കിലോട്ട് വന്നിട്ട് ഇപ്പം ക്യാമറകൾ ഹെവിയായി ഒത്തിരി ടെക്നോളജി വെച്ചപ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ്. ഇപ്പം ഫിലിം തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ശരി. എക്സ്പെൻസ് വൈസും ക്വാളിറ്റിയിലും ഫിലിമിനെ അതൊക്കെ വേറൊരു വിഷയങ്ങളാണ്. അപ്പോൾ അന്ന് അത് ചെയ്തു. അന്ന് ഉത്തര ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വന്ന് ഫസ്റ്റ് എഡിറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് ഞാനിത് പറയുന്ന എക്സ്ക്ലൂസീവായിട്ട് ചിലപ്പോൾ ഒരു ചർച്ചയ്ക്ക് ഒരു സംവാദത്തിനുള്ള വകയായിരിക്കും. കാരണം ചിത്രാഞ്ജലി ഫിലിം സ്റ്റുഡിയോയിൽ ആദ്യമായിട്ട് എഡിറ്റ് എന്ന് പറയുന്ന ഡിജിറ്റൽ എഡിറ്റിംഗ് കൺസോൾ വന്നു. ആരും അത് എഡിറ്റ് ചെയ്തിട്ടില്ല. എല്ലാവർക്കും ഭയമാണ്. കാരണം ഇത് എഡിറ്റിംഗ് പ്രോസസ്സിൽ അതുവരെയുള്ള സിസ്റ്റത്തെ തകിടം മറിക്കുന്ന ഒരു പരിപാടിയാണ്. കാര്യം ഒന്ന് എഡിറ്റ് കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലെ എഡിറ്റ് റോള് വെച്ചിട്ട് നമ്മൾ ടൈം ലൈൻ വെച്ചിട്ട് നമ്മുടെ നെഗറ്റീവ് കട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം അതിലൊക്കെ ഒരു ഭയമുണ്ട്. പുതിയ ടെക്നോളജി ഒരു ഡയറക്ടേഴ്സും ആരും അതിന് മുതിർന്നിട്ടില്ല. അവിടെ എൻ്റെ എഡിറ്റർ അജിത് കുമാർ, അദ്ദേഹമാണ് ഈട എന്ന സിനിമയുടെ ഡയറക്ടർ. അദ്ദേഹമാണ് മറ്റേ പല നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പല പടങ്ങളുടെയും എഡിറ്ററാണ്. അതുവഴി അദ്ദേഹത്തിന് നാഷണൽ അവാർഡ്, എനിക്ക് 5 നാഷണൽ അവാർഡെങ്കിലും കിട്ടിയിട്ടുണ്ട്. അത് ഒരു വലിയ പ്രതിഭയാണ്. അദ്ദേഹമായിരുന്നു എൻ്റെ എഡിറ്റർ. അജിത്തും ഞാനും കൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയാണ് നമ്മൾ എഡിറ്റ് ചെയ്യാവുന്നത്. അങ്ങനെ വെരി ഫസ്റ്റ് ഇൻ മലയാളം ഉത്തരയാണ് ഈ എഡിറ്റ് ചെയ്ത സിനിമ. ഇത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ കണക്കിൽ കറക്റ്റ് ആയിരിക്കും. പിന്നീട് പക്ഷെ അന്ന് ഞാൻ ചെറുപ്പമാണ്, എനിക്ക് ഇതിന്റെ ഈ മാധ്യമങ്ങളിൽ ഇത് വരുത്താനുള്ളതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. പിന്നീട് ചെയ്ത സിനിമയാണ് സത്യത്തിൽ കണക്കായിട്ട് ഇവിടെ കിടക്കുന്നത്. പക്ഷെ സത്യത്തിൽ
സംഭവിച്ചിരിക്കുന്നത് ഉത്തരയാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അന്നത്തെ എൻ്റെ അറിവില്ലായ്മയും നമ്മുടെ പരിചയക്കുറവും ഈ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള അറിവില്ലായ്മയും ഇപ്പോഴും ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര മോശമാണ്. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അന്ന് ചെയ്തു. അന്ന് ടെക്നോളജി ചെയ്തു. ഇന്ന് ചെയ്യുമ്പോൾ എല്ലാത്തിനും നമുക്ക് ഭയങ്കര സൗകര്യങ്ങളാണ്. ഇപ്പം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്പോട്ട് എഡിറ്റർ ഉണ്ട്, എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പറയുന്ന എന്തും നമുക്ക് പോസിബിൾ ആണ്. ദൈവാനുഗ്രഹം കൊണ്ട് അവിടെ തുടങ്ങി ഇങ്ങോട്ടുള്ള യാത്രയിൽ തന്നെ എനിക്ക് ഇതെല്ലാം പഠിക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഈ ടെക്നോളജി ചേഞ്ച് ആയ കറക്റ്റ് സമയത്താണ് എൻ്റെ ജീവിതം, എൻ്റെ സിനിമ ജീവിതം മുന്നേറുകയായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഈ 15 years ഞാൻ ഉത്തര കഴിഞ്ഞിട്ട് സിനിമ ചെയ്തില്ല. എങ്കിലും അങ്ങ് തിരക്കിലായിരുന്നു, കാരണം ഒരുപാട് അഡ്വർടൈസ്മെന്റ് ഫിലിംസ് ആയിരുന്നു. അതിലാണ് ഏറ്റവും ഭാഗ്യം കിട്ടിയത്. കാര്യം അഡ്വർടൈസ്മെന്റ് ഫിലിംസിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ബജറ്റിലാണ് ചെയ്യുന്നത്, നമ്മൾ പറയുന്നതാണ് സിനിമയാക്കുന്നത്. അപ്പം അതിലങ്ങ് സത്യം പറഞ്ഞ ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഞാൻ ശരിക്കും ആർമാദിച്ച പൂണ്ട് വിളയാടിയ സ്ഥലം ഈ അഡ്വർടൈസ്മെന്റ് ഫിലിം മേക്കിംഗ്. രണ്ടിന്റെ സ്ട്രെയിൻ ഒന്നുപോലെയാണ്. മൂവി ചെയ്യുന്നതും അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതും ഒരേ എഫേർട്ട് തന്നെയാണ്. എഫേർട്ട് എനിക്കൊന്ന് കുറച്ചുകൂടെ കൂടുതലുണ്ടോന്ന്. അഡ്വർടൈസ്മെന്റ് വെച്ചാൽ നമ്മൾ എത്ര 40 minutes അല്ലെങ്കിൽ 30 seconds അല്ല 30 seconds അല്ലെങ്കിൽ 1 hour. ആദ്യമൊക്കെ 1 minute ആയിരുന്നു. ഇപ്പൊ 30 to 40 seconds ഉള്ളൂ ഒരു ആഡ്. ഇപ്പോൾ വന്നിട്ട് ഇപ്പൊ 20 secondsലും ഒക്കെ നമ്മൾ പിടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രിസൈസ് ആയിട്ട്. അപ്പോൾ ഷോർട്ട് വെക്കുമ്പോൾ നമ്മൾ സിനിമയ്ക്ക് കഥ പറയാൻ വെക്കുന്ന ഷോർട്ട് അല്ല, അഡ്വർടൈസ്മെന്റ് ലാംഗ്വേജ് വേറെയാണ്. അതിന് വെക്കുന്ന ഷോർട്ട് അല്ല നമ്മൾ നമ്മുടെ ഇതിന് സിനിമയ്ക്ക് കഥ പറയുന്ന വിഷ്വൽ ലാംഗ്വേജ് അല്ല. എങ്കിലും ഈ ഉത്തര തന്ന ഒരു കോൺഫിഡൻസ് ശരിക്കും നമുക്ക് മാർക്കോണി മത്തായിയിലെ പ്രയോഗിക്കാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞുകൂടെ നമുക്ക്? തീർച്ചയായും ഉത്തര തന്നെ കോൺഫിഡൻസ് എൻ്റെ ജീവിതത്തിനോട് പൂർണ്ണമായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു തീർച്ചയായിട്ടും എനിക്ക് ജീവിതത്തിൽ എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള കരുത്ത് തന്നതും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാ ശക്തിയും തന്നത് ഉത്തര എന്ന് പറഞ്ഞ ഫിലിമും അതിനോട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ടെക്നീഷ്യൻസും എന്നെ സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ള എല്ലാ ടീമിൻ്റെയും അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഞാൻ. പക്ഷെ അതിന് ശേഷം അഡ്വർടൈസ്മെൻറ്റ്സിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികളുടെ കയ്യിൽ കളിപ്പാട്ടം കിട്ടുമ്പം നിലത്ത് കിടന്ന് നമ്മൾ കളിപ്പാട്ടമായിട്ട് കിടന്ന് കളിക്കും, ചുറ്റുപാടുകൾ മറന്നു എന്ന് പറഞ്ഞ പോലെ ഞാൻ കുട്ടി കളിച്ച ഒരു സമയമാണ് ഈ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ. കാരണം അതങ്ങ് എൻജോയ് ചെയ്തു. ശരി, അതുകൊണ്ടാണ് ഞാൻ സിനിമ ചെയ്യാൻ വൈകിയത്. ചില ശ്രമങ്ങളുണ്ടായിരുന്നു, പലതും പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി, സെറ്റാകാതെ പോയി, അങ്ങനെയൊക്കെയാണ്. അപ്പോഴും സങ്കടം തോന്നിയില്ല. കാരണം ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ്, നല്ല രസമായിട്ട് എൻജോയ് ചെയ്ത് എല്ലാം വർക്ക് ചെയ്ത് പോകുന്നു. മാർക്കോണി മത്തായി വന്നപ്പോഴേക്ക് അത് സത്യത്തിൽ ഒരു ഡ്രീമായിരുന്നു. സത്യത്തിൽ അതൊരു പക്ഷെ നല്ല ഒരു ഫിലിമായിരുന്നു, ഫീൽ ഗുഡ്, ഒരുപാട് എനർജി നമുക്ക് നൽകുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. സാർ ആ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും മാർക്കോണി മത്തായി കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്തെ ആ ടെക്നോളജി, പ്രത്യേകിച്ച് ആ പാട്ട് സീനിലൊക്കെ കായൽ അല്ല ജയറാം ചന്ദ്രനെ നോക്കി പാടുന്ന പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊരു ടെക്നോളജി, അതൊക്കെ ശരിക്കും ടെക്നോളജിയുടെ ഒരു ഇതല്ലേ? കാരണം അത്രയും നമുക്ക് അവെയർ ഉണ്ടെങ്കിലല്ലേ ആ സീനുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ സെറ്റായാലും അതിലെ മൊത്തം വന്നിരിക്കുന്ന ആർട്ടിസ്റ്റുകളായാലും എന്തുമാത്രം ആർട്ടിസ്റ്റുകളാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അതിലെനിക്ക് പറയാനുള്ളത്, ഒന്ന് എൻ്റെ ബ്രദറാണ് ക്യാമറമാൻ, എൻ്റെ സജൻ കളത്തിൽ. സജൻ ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ വേറൊരു ക്യാമറമാനായിട്ട് വർക്ക് ചെയ്യാറുള്ളൂ. സജൻ വേറെ വർക്കിലാണെങ്കിൽ പോസിബിൾ, അല്ലെങ്കിൽ മാത്രമേ ഞാൻ വേറൊരു ക്യാമറ. കാരണം വെച്ചാൽ ഞങ്ങൾ തമ്മിലുള്ള ബ്ലഡ് റിലേഷൻ കൊണ്ടാണോ എന്ന് അറിയില്ല, ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. കാരണം ഞാൻ പറയുന്നത് എന്താണോ അത് കൃത്യമായി എനിക്ക് തരാൻ അദ്ദേഹത്തിന് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വളരെ സിങ്കാണ്. അപ്പം ശരിക്കും മാർക്കോണി മത്തായിയുടെ വർക്കിലും ഒക്കെ സജൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനപ്പെട്ട. കാരണം വെച്ചാൽ സജൻ ആ വിഷ്വൽ ഞങ്ങൾ തമ്മിൽ ആദ്യം തന്നെ ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ സജൻ ഈ ലൊക്കേഷൻ നമുക്ക് വേണ്ട, വേറെ ലൊക്കേഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യായിരുന്നു ഈ ലൊക്കേഷൻ. പക്ഷെ അദ്ദേഹം ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞ ആ എൻ്റെ മനസ്സിലുള്ളത് അതിനേക്കാൾ അദ്ദേഹം കൂടെ സന്തോഷമായിട്ട് തന്നെ ചെയ്തെന്ന് എനിക്ക് തോന്നിയത്. ആ കോമ്പിനേഷനിൽ ശരിക്കും രാത്രിയാണോ ആ പാട്ട് സീന് ഷൂട്ട് ചെയ്തത്? അത് ഉച്ചയ്ക്കാണ് ഷൂട്ട് ചെയ്തത്, സീക്രട്ടാണത്. അന്ന് ജയറാമേട്ടനാണെങ്കിൽ വെള്ളം പേടിയാ, സത്യത്തിൽ കരയിൽ വെച്ച് ഷൂട്ട് ചെയ്ത് തീരത്ത് വെച്ചിട്ടാ ഷൂട്ട് ചെയ്ത്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ് നമുക്കത് കാണുമ്പോൾ കിട്ടുന്നത്. അത്രയ്ക്ക് നല്ല നമ്മുടെ ചങ്ങനാശ്ശേരി ബോട്ട് ചെട്ടിയൊക്കെ അതിൻ്റെ അകത്ത് സെറ്റിട്ട് നമ്മൾ ചെയ്തിരുന്നത്, അതൊക്കെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇപ്പം എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ തന്നെ എത്ര ഭാഷകളിലാണ് ആ സിനിമ. ഇപ്പം അത് തമിഴിലും
പിന്നെ വിജയ് സേതുപതിയെ നമ്മൾ ആദ്യമായിട്ട് മലയാളത്തിൽ കൊണ്ടുവന്നു. അദ്ദേഹമായിട്ടുള്ള ഒരു അനുഭവമൊക്കെ വളരെ നല്ല ഊഷ്മളമായിട്ടുള്ള അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ, വളരെ നല്ല സ്നേഹമുള്ള മനുഷ്യൻ. ഇപ്പോഴും നമ്മൾ ആ കോണ്ടാക്ട് എന്ന് വെച്ചാൽ ഭയങ്കര രസകരമായിട്ട് ആ സൗഹൃദം, സ്നേഹം, അതെ, വെച്ചാൽ നല്ല സൗഹൃദമില്ല, നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് അതൊക്കെ വളരെ റെയറായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉള്ള അദ്ദേഹം ചില അങ്ങനെയുള്ള അതൊക്കെയാണ് സത്യത്തിൽ വലിയ കാര്യങ്ങൾ. സിനിമ ചെയ്യുന്നു, അത് ജയിക്കാൻ പരാജയപ്പെടാൻ ആൾക്കാരിലോട്ട് എത്തിയോ കമ്മ്യൂണിക്കേറ്റ് ആയോ അതിൻ്റെയൊക്കെ അപ്പുറത്ത് മനുഷ്യനും തമ്മിലുള്ള ഒരു സന്തോഷവും പങ്കിടലും സൗഹൃദങ്ങളും അതിൽ നിന്നുണ്ടാകാവുന്ന ചിന്തകളും സ്നേഹവും ഒക്കെയാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ ജനങ്ങളിലേക്ക് നൽകുന്ന വലിയൊരു മെസ്സേജാണിത്. നമുക്കിനി സോൾ സ്റ്റോറീസിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് ഇപ്പം മാർക്കോണി മത്തായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഗംഭീര വിജയത്തിന് ശേഷം അങ്ങ് കൈവച്ച ഒരു മേഖലയാണ് ഈ നമ്മുടെ വെബ് സീരീസ് സോൾ സ്റ്റോറീസ്. ശരിക്കും അങ്ങയുടെ കഴിവുകളെ കുറേ കൂടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അതിന് സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നിലപാടുകൾ, അങ്ങയുടെ ചില നിലപാടുകൾ, സാമൂഹ്യ പ്രതിബദ്ധത, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, സ്ത്രീകളെ സമൂഹം എങ്ങനെ കണക്കാക്കണം, അവരെ എങ്ങനെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നുള്ള നല്ല ശക്തമായിട്ടുള്ള മെസ്സേജുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സോൾ സ്റ്റോറീസിന് സാധിച്ചെന്ന് തോന്നുന്നു. എന്താണ് ആ ഒരു വെബ് സീരീസിലോട്ട് വരാനുള്ള ഒരു കാര്യം എന്തായിരുന്നു? സത്യത്തിൽ മറ്റേ വെബ് സീരീസ് മനോരമയുമായിട്ടൊരു അഭേദ്യ ബന്ധമുണ്ട് എനിക്ക്. ശരി. അവിടുത്തെ അവരുടെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ എനിക്കൊരു ഒരു ഏത് പ്രോജക്റ്റ് വരുമ്പോഴും ഡിസ്കഷനിലും എല്ലാം തന്നെ ഒരു പ്രത്യേക ഒരു ബന്ധം, ഒരു വൈബും ഉണ്ടാവും അവിടെ. അങ്ങനെ ഒരു ഡിസ്കഷനിലാണ് സത്യത്തിൽ ഈ ഒരു ചിന്ത വരുന്നത്. അപ്പോൾ എനിക്ക് വെബ് സീരീസിനെ കുറിച്ച് അത്ര ആഴമായിട്ട് അറിയുമൊന്നുമില്ല. ഡിസ്കഷനിടയിൽ വെറുതെ ഒരു തോട്ട് ഞാൻ ഷെയർ ചെയ്തതാണ്. ഇങ്ങനെ നമുക്ക് വന്നാൽ ഭയങ്കര സിമ്പിളായിക്കോട്ടെ, ഈ പുതിയ തലമുറയ്ക്കൊക്കെ സിമ്പിളായാൽ മതി, നമുക്ക് എന്തിനാണ് ഈ കനമുള്ള കഥകൾ എന്നുള്ളൊരു ചിന്ത. അപ്പോൾ പെട്ടെന്ന് തന്നെ അന്ന് ജൂഡ് സാറാണ്, ജൂഡ് അട്ടിപ്പേറ്റി എന്ന് പറയുന്ന വലിയ മനുഷ്യൻ, വലിയ പ്രകല്പനായ അദ്ദേഹമാണ് അവിടെ ചെയറിലുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സല്ലേ നല്ല തോട്ടാണത്, സല്ല അതൊന്ന് എഴുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഒരു ആവേശത്തിൽ ഞാൻ എഴുതിയപ്പോൾ എനിക്ക് തോന്നുന്നൊരു ഫ്ലോ അങ്ങ് കിട്ടി. 12ഓളം കഥകൾ ഞാൻ എഴുതി. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ ഡിസ്കഷനിലെല്ലാം ഭയങ്കര കൊള്ളാം, ഇത് നന്നായിരിക്കുന്നു, ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയായി. കാരണം ഇത് തന്നെയാണോ സത്യത്തിൽ ഇത് ശരിയായത്? കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നതിനെക്കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പോൾ ഇവർ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് സല്ല ടെൻഷൻ ആവട്ടെ, കാരണം ഇത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്, നന്നാവും എന്നുള്ള രാവിലെ. ഓക്കെ ശരി. അപ്പോൾ പിന്നെ പ്രൊഡക്ഷനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഒരു സത്യത്തിൽ എനിക്ക് ഒരു പ്രൊഡ്യൂസർക്ക് കൊടുക്കാൻ പേടിയായിപ്പോയി. കാരണം ഇത് ഓരോ സ്റ്റോറീസാണ്. അപ്പോൾ ഇത് ഒരെണ്ണം ചിലപ്പോൾ കൃത്യമായി നമ്മൾ ഇത്ര ദിവസം ഷൂട്ട് ചെയ്താൽ മതിയാവും, അടുത്ത ചിലപ്പോൾ കൂടിപ്പോകും, ചിലപ്പോൾ കുറഞ്ഞു പോകും. ഒരു പ്രൊഡ്യൂസർക്ക് ബാധ്യത ഉണ്ടാക്കാൻ ഇന്ന് വരെ എനിക്ക് താല്പര്യമില്ലാത്തൊരു വിഷയം. അപ്പം അതുകൊണ്ട് ഞാൻ സ്വയം ഏറ്റെടുത്തു പ്രൊഡക്ഷൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. പക്ഷേ അത് സക്സസ് ആണ്, 100% നല്ല സക്സസ് ആയിരുന്നു. ഷൂട്ടൊക്കെ ഞാനൊരു 25 ഡേയ്സോളം പ്ലാൻ ചെയ്ത് ഷൂട്ട് 22 ഡേയ്സിൽ ഷൂട്ട് തീർത്തു. ഹാപ്പി ആയിട്ട് എൻ്റെ എൻ്റെ ക്രൂ നന്നായിട്ട് വന്നു. അത് ഇപ്പോൾ എനിക്കൊന്ന് ടോപ്പ് റേറ്റിംഗ് അതെ, ഒരുപാട് വ്യൂവേഴ്സ് ഉള്ള ഒരു വെബ് സീരീസ് ആയിട്ട് കേരളത്തിലെ ഏറ്റവും ടോപ്പ് റേറ്റിംഗിലുള്ള വെബ് സീരീസാണ് സോൾ സ്റ്റോറീസ്. ശരിക്കും ഈ വെബ് സീരീസ് ചെയ്യുന്നത് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു സിനിമയെക്കാളും, ആണോ? സത്യത്തിൽ അത് എല്ലാത്തിനും അതിൻ്റെതായ ടെൻഷനുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ ഈ റിലാക്സ്ഡ് ഒരവസ്ഥയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ വെബ് സീരീസിന് കുറച്ചുകൂടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കഥ പറയുന്ന വ്യൂവേഴ്സ് ഉണ്ടല്ലോ, ഒരു വീട്ടിലിരുന്നിട്ട് തിയേറ്ററിൽ ഇപ്പം എല്ലായിടത്തും ഹോം തിയേറ്റർ ഉണ്ട്. അപ്പം ശരിക്കും ഫിലിം ഷൂട്ട് ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ കഥ പറയുന്ന ഒരു രീതി ഡിഫറെൻ്റ് ആണ്. അതായത് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അഡ്വർടൈസ്മെന്റിന് പറയുന്ന ഭാഷയും ഒരു സിനിമയ്ക്ക് പറയുന്ന ഭാഷയും വെബ് സീരീസിന് പറയുന്ന ഭാഷയും ഡിഫറെൻ്റ് ആണ്. വെബ് സീരീസ് പറയുന്ന കണ്ടന്റ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടും കഥ കുറച്ചുകൂടെ നമ്മൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് പറഞ്ഞ് ഇങ്ങനെ മുറിയാതെ ഇങ്ങനെ പോകുന്ന ഒരു പോക്കും, എന്നാൽ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കണം. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് അതിന് ആവശ്യമാണ്. അതൊരു വെല്ലുവിളിയാണ്. അതെപ്പോഴും നമ്മൾ ഫോക്കസ് അതിനെക്കുറിച്ച് വളരെ ബോധത്തോടെ തന്നെ പെരുമാറുക. ഇടയ്ക്ക് മുറിഞ്ഞാൽ അത് മുറിഞ്ഞു.
അതാണ് വ്യത്യാസം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ, ഒരു ഫോക്കസിങ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. പിന്നെ അത് മാത്രമല്ല നമ്മുടെ വ്യൂവേഴ്സ് വേൾഡ് മുഴുവനാണ്. അതെ അതെ. ഒരു മലയാള സിനിമ വിളിച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം പുറത്തു പോകും എന്നുള്ളത് നമുക്ക് അത്രയും അതല്ല. പക്ഷെ ഇതല്ല, ഇത് എയർ ചെയ്ത് കഴിഞ്ഞാൽ ലോകം മുഴുവൻ കാണുന്നത്. അപ്പോൾ എവിടെ ഇരുന്ന് ആര് കണ്ടാലും നമ്മുടെ ഫിലിമിനെ എൻജോയ് ചെയ്യണം എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയാണ് ഇതിലെ പ്രധാന വെല്ലുവിളി. പിന്നെ യൂത്താണ് കൂടുതലും വെബ് സീരീസ് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നത്. അതെ, എനിക്ക് സാറിൻ്റെ മൂവീസിൽ വളരെ അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത് അങ്ങ് കുട്ടികളെയും യൂത്തിനെയും വിമൻ പെർസ്പെക്റ്റീവിനെയൊക്കെ ചേർത്ത് വയ്ക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. കുട്ടികളെ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തുന്നില്ല. അതെ അതെ, കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നു, യൂത്തിനെ അതുമാതിരി, അതുപോലെ വിമൻ ഓഡിയൻസ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു അത് അങ്ങയുടെ ജീവിത സാഹചര്യങ്ങൾ നൽകിയിട്ടുള്ള പാഠങ്ങളിൽ നിന്നായിരിക്കും അല്ലേ? നമ്മളെപ്പോഴും നമ്മളുടെ ചുറ്റുപാടുകളിൽ നിന്നാണല്ലോ നമുക്ക് നമ്മളെ പേരിൽ നമ്മൾ ഇങ്ങനെ അത് സ്വാധീനിക്കുന്നതായിരിക്കും. അതായത് നമുക്ക് കിട്ടിയ സ്നേഹം, നമുക്ക് കിട്ടിയ കരുതല്, അതൊക്കെ ആയിരിക്കും ഒരു പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ചില സാമൂഹ്യ പ്രതിബദ്ധതകൾ തീർച്ചയായും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ജനങ്ങളുമായിട്ടെന്നുള്ള തരത്തിൽ. തീർച്ചയായിട്ടും നമ്മൾക്കിനി പരസ്യത്തിന്റെ മേഖലയിലേക്ക് വരുമ്പോൾ അങ്ങയുടെ ശരിക്കുള്ള ഒരു തട്ടകം എന്ന് പറയുന്നത് ആഡ് ഫിലിം മേക്കിംഗ് ആണ്. ഇപ്പം 300ഓളം ആഡ് ഫിലിം ജോലികളിൽ അങ്ങ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു വർക്കിന്റെ തിരക്കിലാണ്. വാഗമണിൽ ഷൂട്ട് കഴിഞ്ഞ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു, മറ്റൊരു പ്രോജക്റ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഈ സത്യമാണോ നിങ്ങൾ ഈ അഡ്വർടൈസ്മെന്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ? അതൊരു ഗംഭീര ചോദ്യമാണ്. സത്യം എത്രത്തോളം ഉണ്ട് ഒരു പരസ്യത്തിൽ? അതെ, അതിന് ഏറ്റവും നല്ലൊരു കാര്യം ഏതായിരിക്കും ആദ്യത്തെ പരസ്യം എന്ന് ആലോചിക്കുക. ഇപ്പം ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ബൈബിൾ ബേസ് ചെയ്യാം. ആദ്യമ മാതാപിതാക്കൾ കാട്ടിൽ നമ്മുടെ ഇവിടെ ഏദൻ തോട്ടത്തിലായിരുന്നു. അപ്പോൾ പിശാച് അവരെ പരീക്ഷിക്കാൻ വേണ്ടി വരുന്നു. ഒരു പഴം കാണിച്ചിട്ടാണ് ഇത് നന്മതിന്മകളുടെ ഫലമാണ്, ഇത് കഴിച്ചാൽ ദൈവത്തെ പോലെയാകും എന്ന് പറയുന്നത്. അതായിരിക്കുമോ ആദ്യത്തെ പരസ്യം? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. അത് തന്നെയാണ് നമ്മൾ പരസ്യക്കാരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കും ആദ്യത്തെ പരസ്യമെങ്കിൽ അതെ, എത്രത്തോളം സത്യമുണ്ട്? സത്യമുണ്ട്, അതെ. പക്ഷെ അത് പറയുന്ന രീതിയാണ് ചിലപ്പോൾ ഞാൻ എപ്പോഴും ഇപ്പം കേക്ക്, നമ്മുടെ ഒത്തിരി പ്രോഡക്ട്സിൻ്റെ ഇപ്പം ഫോണ്, TV, ഒത്തിരി പ്രോഡക്ട്സിൻ്റെ നമ്മൾ ആഡ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ കേക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് ആദ്യം ഷൂട്ട് ചെയ്യേണ്ടി വന്നപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം കൊതി ഇല്ലേ? അതെ അതെ, കേക്ക് കണ്ടാൽ നമുക്ക് കൊതിയാണ് എൻ്റെ ബേസ്. അപ്പോൾ എൻ്റെ ഭയം മുഴുവൻ ഇത് ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യുന്നത് വരെ എൻ്റെ വർക്ക് കണ്ടിട്ട് കൊതി തോന്നിയില്ലെങ്കിൽ ഞാൻ എന്തൊരു പരാജയമാണ്. ശരിക്കും എനിക്ക് ഉറക്കം വരാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അത് ശരി. അത് കൊതി തോന്നിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് നമ്മുടെ വിഷയം. അപ്പോൾ നമ്മുടെ പരസ്യത്തിലെ സത്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വരുന്നു, നല്ല പ്രോഡക്റ്റ്, അവർ കോൺഫിഡൻ്റ് ആയിട്ട് ജീവിതം അർപ്പിച്ച് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അതിലും അപ്പുറം, അതിൻ്റെ ഒക്കെ അപ്പുറം ഒരു വാവ് എഫക്റ്റിൽ മേടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ജോലി. പക്ഷെ അവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ നമ്മൾ ആ രീതിയിലോട്ട് ചേഞ്ച് ചെയ്താണ് പ്രസൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പം അതിൽ സത്യം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിരിക്കും. അതെ, ഏതേൻ തോട്ടത്തിന്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ തന്നെ അത് ക്ലിയർ ആണ്. അത് വളരെ രസകരമായി ബുദ്ധിപൂർവമായിട്ടുള്ള മറുപടിയാണ്. അതിൽ തന്നെ ഉത്തരം എല്ലാം ഉണ്ട്. ശരിക്കും ഈ പരസ്യം എടുക്കുന്നതിൽ നമ്മൾ എന്തെങ്കിലും ചലഞ്ച് നേരിട്ടിട്ടുണ്ടോ? ഇപ്പോൾ പ്രോഡക്റ്റ് പോയതിന് ശേഷം ഈ നേരത്തെ സൂചിപ്പിച്ച തരത്തിലുള്ള എന്തെങ്കിലും വെല്ലുവിളികളോ അതിന് അങ്ങനെയൊന്നും നമ്മൾ പിന്നെ അങ്ങനെയുള്ള ഇതിലൊന്നും പോയിട്ടില്ല നമുക്ക്? തീർച്ചയായിട്ടും അതൊക്കെ വരാറുണ്ട്. കാരണം വെച്ചാൽ വളരെ കുറേ അനുഭവങ്ങൾ നമുക്ക് വരാറുണ്ട്. ഞാനൊരു ആഡ് ഷൂട്ട് രാജസ്ഥാനിൽ വെച്ചിട്ട് വലിയൊരു ദുബായ് ബേസ്ഡ് ഒരു ബ്രാൻഡിൻ്റെ ഒരു ആഡ് ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ടെല്ലാം പ്ലാൻ ചെയ്തെല്ലാം സെറ്റായി. ബോംബെ എന്നുള്ള ക്രൂ, ഇവിടുന്ന് എൻ്റെ ക്രൂ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ബോംബെ നിന്ന്. അവിടെ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടൊരു ഷൂട്ട് കഴിഞ്ഞ് പ്രോഡക്റ്റ് ആഡ് തീരുമ്പോഴേക്ക് പ്രോഡക്റ്റ് അപ്ഡേറ്റഡ് ആയി. മനസ്സിലായില്ലേ? പ്രോഡക്റ്റ് ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. മനസ്സിലായില്ലേ? ഇന്ത്യയിൽ അത് ലോഞ്ച് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പിന്നെ അതിൻ്റെ എല്ലാം
മനസ്സിലായില്ല. അപ്പം എത്രത്തോളം എഫേർട്ട് എടുത്താണ് നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട് ആ രീതിയിൽ നോക്കിയാൽ. അതോടനുബന്ധിച്ച് തന്നെ വേറൊന്ന് ചോദിക്കാനുള്ളത്, സാധാരണ ഇപ്പോൾ ഈ പരസ്യങ്ങളിൽ ഫിലിം സ്റ്റാർസിനെ ഉപയോഗിക്കാറുണ്ട് ബ്രാൻഡ് അംബാസഡർമാരായിട്ട്. അതെ അതെ. അതിൻ്റെ ഒരു സൈക്കോളജി എന്താണ്? ശരിക്കും ഈ ഫിലിം സ്റ്റാർസിൻ്റെ ഒരു സ്റ്റാർഡം പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതാണോ അതോ പ്രോഡക്റ്റിൻ്റെ ഒരു ബെനിഫിറ്റ് ഫിലിം സ്റ്റാർസിന് കിട്ടുന്നതാണോ? അതാണ് സംഭവം. വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് മോശമായിട്ടല്ല ഫിലിം സ്റ്റാറിനെ സപ്പോർട്ട് ചെയ്തത്. അതെ, ശരിക്കും അവരുണ്ടാക്കിയ ഒരു കരിഷ്മയും അവരുണ്ടാക്കിയ ഒരു സ്റ്റാർഡം ഉണ്ടല്ലോ, അതിനെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പം ലാൽ സാറ് ഏത് ബ്രാൻഡാന്ന് ഞാൻ ഓർക്കുന്നില്ല, മുണ്ടിൻ്റെ പരസ്യം. അതെ. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ലാൽ സാർ ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ മുണ്ടിങ്ങനെ മറക്കി കുത്തുന്നത്. അതെ. അപ്പം തന്നെ ബ്രാൻഡ് നമുക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതായത് നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ അറിയാതെ നമ്മളത് കയ്യിൽ നമ്മുടെ മനസ്സിൽ ഈ സ്റ്റാർ വരുന്നു. അത് അപ്പം തന്നെ നമ്മളതിൻ്റെ ക്വാളിറ്റിയിൽ, അതുകൊണ്ടാണ് ഈ ക്വാളിറ്റിയിൽ ഇന്നാളിൽ മമ്മൂക്ക അഭിനയിച്ച് ഒരു ആഡ് വന്നപ്പോൾ അതിന് ഇത് വന്നല്ലോ, ഒരു കേസ് വന്നല്ലോ, ഇഷ്യൂ വന്നായിരുന്നു. പ്രോഡക്റ്റ് നന്നാവാതെ അങ്ങനെ ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് വരുന്നത് അതുകൊണ്ടാണ്. കാരണം അവരെ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവരുണ്ടാക്കിയ ഇത്രയും കാലത്തെ അവരുടെ ആ ഒരു സ്റ്റാർഡമിനെ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ അത്രയും തന്നെ ഉത്തരവാദിത്വം പ്രോഡക്റ്റ് നന്നാവും അതും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്. ചിലയിടത്തെങ്കിലും അതിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. അല്ലാതെ വന്നാൽ അത് സത്യത്തിൽ ഒരു ഒരു ബിസിനസ് വൈസ് അതാണ് ഇതിന്റെ കാരണം. അതെ, ഫിലിം സ്റ്റാർസിനെ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ബ്രാൻഡിങ്ങിന് വേണ്ടി. ധാരാളം പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, സ്റ്റാർസ് വരുമ്പോൾ തന്നെ അത് നല്ലതാണോ എന്നുള്ളത് മനസ്സിലായില്ലേ? നല്ലതാണ് എന്ന് ജനങ്ങൾക്ക് ഉറപ്പിക്കാം. ജനങ്ങൾക്ക് നല്ലതാണെന്നൂടെ നോക്കണം. കാരണം സത്യത്തിൽ ജനങ്ങളാണ് നമ്മളെല്ലാം നമ്മളാക്കിയിട്ടുള്ളത്, സ്റ്റാർസിനെ സ്റ്റാർ ആക്കിയിട്ടുള്ളതും എല്ലാം. അപ്പൊ അവർക്ക് നല്ലതാണോ എന്ന് നോക്കിയിട്ട് വേണം. അതിലെനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ളൊരു നടൻ കമലഹാസനാണ്, കമൽ സാറാണ്. ശരി, കമൽ സാറ് ഒരു ആഡിൽ വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്, അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു തീരുമാനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ബഹുമാനിക്കേണ്ട ഒരു കാര്യം തന്നെ. സ്റ്റാർസിന് കുറച്ചുകൂടെ താല്പര്യം കാണുമായിരിക്കും ഇങ്ങനെ ബ്രാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ? എല്ലാം നല്ലതാണ്, പക്ഷെ കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ സെലക്റ്റീവായിട്ടും ജനത്തിന് നല്ലതായിട്ടുള്ളതും ആയിട്ടുള്ള ഇതിലേക്ക് വരണമെന്നുള്ളതാണ് കുറച്ച് നല്ലത്. അതെ. ഇപ്പം സാറിൻ്റെ പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ ഒരു പുതിയ മൂവിയുടെ വർക്കിലാണ്, എഴുത്തിലിരിക്കുകയാണ്. അതെ അതെ. അധികം താമസിയാതെ നമുക്ക് ആ ഫിലിം പ്രതീക്ഷിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്വഭാവം? അതിൻ്റെ ഒരു പ്ലാനിങ്ങിലോട്ടൊക്കെ വന്നു കഴിഞ്ഞോ? എന്താണ്? അതെ, അതിൻ്റെ പ്ലാൻ അല്ല, അതിപ്പോൾ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പുതിയ യൂത്തിൻ്റെ സിനിമയാണ്. ഓക്കെ. പുതിയ യൂത്തിൻ്റെ ക്യാരക്ടറും അവരുടെ ജീവിതവും അവരുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഒരു സെക്കൻഡ് ലെയർ അവരുടെ മാതാപിതാക്കളായിട്ടുള്ള ജസ്റ്റ് പഴയതായിട്ടുള്ള തലമുറയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അങ്ങനെ അതിൻ്റെ ഒരു സബ്ജക്റ്റാണ്. ശരി, അങ്ങനത്തെ ഒരു കഥ പറയാം. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനി എനിക്ക് പേഴ്സണലായിട്ട് സാറിൻ്റെ അടുത്തൊരു കാര്യം സംസാരിക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സാറിൻ്റെ ഒരു സിംപ്ലിസിറ്റിയാണ്. അതായത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ നാട്ടിലൊരാളായിട്ട്, നാട്ടുകാരനായിട്ട്, സാധാരണ ഒരു ഫിലിം ഡയറക്ടറെയൊക്കെ നമുക്ക് അക്സസിബിൾ അല്ല സാധാരണക്കാർക്ക്. നമുക്ക് പെട്ടെന്ന് പോയി, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ സാറെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്രദറിന് തുല്യമാണ്. എപ്പോൾ വേണോ വിളിക്കാം, എപ്പോൾ വേണോ കാണാം, ഹായ് പറയാം. അത്രമാത്രം ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു സിംപ്ലിസിറ്റി, ഫ്രീഡം, അപ്പം ഈ നാടിനെ സ്നേഹിക്കുന്ന, നാട്ടുകാരെ സ്നേഹിക്കുന്ന എന്ന് മാത്രമല്ല, നാട്ടിൽ തന്നെ ഒരുപാട് പൊതു സംരംഭങ്ങളിൽ അങ്ങ് ഇടപെടാറുണ്ട്. ഇപ്പോൾ അഞ്ചപ്പത്തിലെ ട്രസ്റ്റ് മെമ്പറാണ്, അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയുടെ വികസന കാര്യങ്ങൾ സംസാരിച്ചാൽ അവിടെ സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരുപാട് ഡ്രീംസ് ഉള്ള, നിലപാടുകളുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും ഇത് അങ്ങയുടെ ഈ ഫിലിം മേക്കിങ്ങിനെയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടില്ലേ? പ്രത്യേകിച്ചും മറ്റുള്ളവരോട് താതാത്മ്യം പ്രാപിക്കുക, ഈ ഒരു സിംപിൾസിറ്റി, ഹമ്പിളായിരിക്കുക എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, നാട്ടുകാരനായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അത് എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് സാറിന് അങ്ങനെ ഒരു രീതിയിലോട്ട് വരാൻ തോന്നാനുള്ള ഒരു കാരണം? സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് നമ്മളായിക്കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. അത് സാധാരണ നമ്മളെല്ലാം സിമ്പിൾ ആയിരിക്കണം. നമുക്ക് സിനിമാക്കാരനായതുകൊണ്ട് ഒരു സിനിമാക്കാരനൊന്നും പാട്ടൊന്നും വലിയ കഥയൊന്നുമില്ല. അത് പറഞ്ഞല്ലേ. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു മത്തായി വന്ന് മറ്റേ ഈ തെങ്ങിനൊക്കെ വളവിടുകയും, എനിക്ക് ഒരിക്കലും മത്തായി ആവാൻ പറ്റില്ല. മനസ്സിലായില്ല? അതേ ഒരിക്കൽ ഒരു തെങ്ങ് മുഴുവൻ പോയി. അപ്പം എൻ്റെ അച്ചാച്ചൻ പറഞ്ഞു, അത് കളഞ്ഞൊരു മത്തായി പോയല്ലോ,
പുള്ളി പറഞ്ഞു എനിക്കൊരു അവസരം തരാൻ പറഞ്ഞു. പുള്ളി ആ തെങ്ങിൻ്റെ ഹൈറ്റിൽ തീയിട്ട് എന്തൊക്കെയോ പണി കാണിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഉപേക്ഷിച്ചു. പക്ഷെ അത് കായ്ച്ചായിരുന്നു. ഈ സ്കില്ല് ഇത്രയും ഞാനാവാൻ എന്താവണം, ഞാൻ എവിടെ എത്തണം, ഞാൻ മത്തയോളം എത്തണമെങ്കിൽ അല്ലെ മത്തയ്യയുടെ കാര്യത്തിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും എനിക്ക് എത്താൻ പറ്റില്ല. എൻ്റെ മേഖലയിൽ പോലും ഞാൻ അവിടെ എത്തണമെങ്കിൽ ഞാൻ എന്തോരം ആവണം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ സിമ്പിളായിരിക്കുക എന്നുള്ളത് നല്ലത്. നമ്മുടെ മനുഷ്യർ, നമ്മുടെ സ്നേഹവും സന്തോഷവും, നമ്മൾ മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ സംസാരിക്കും, നമ്മൾക്ക് നടക്കുന്നില്ല. ഇപ്പോൾ കാറിൽ പോകുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെ കട്ടാവുന്നത്. നമ്മൾ നടന്ന് നല്ല രസമായിട്ട് എല്ലാവരോടും വർത്താനവും പറഞ്ഞ് ഭയങ്കര പോകുമ്പോൾ അത് കിട്ടുന്ന ഒരു സന്തോഷം. കഴിഞ്ഞ ദിവസം ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് ഭയങ്കര രസമാണ്. എല്ലാവരോടും വർത്താനം പറഞ്ഞ് നമ്മൾ ട്രെയിനിൽ പോകുന്നു. കഥകളാണ് മുഴുവൻ കഥകളാണ്, ഒരുപാട് പോകുന്നു. അപ്പോൾ അങ്ങനെ പോയാൽ മാത്രമേ സത്യത്തിൽ ഒരു മനുഷ്യന്, കലാകാരൻ എന്നുള്ളത് പോട്ടെ, കലാകാരന് നിർബന്ധമായിട്ടും വേണ്ടത് മനുഷ്യരോടുള്ള ബന്ധവും സ്നേഹവും അല്ല ഈ ഇൻട്രാക്ഷനാണ്. ഈ കഥകളെല്ലാം നമ്മൾ കിട്ടുന്നത് ഇങ്ങനെ ഈ സമൂഹത്തിൽ ഇതിൽ നിന്നാണ്, നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നതാണ്. അല്ലാതെ നമ്മളെ കൊണ്ട് ഒന്നും ഉണ്ടാക്കുന്നതല്ല, നമുക്ക് മറ്റുള്ളവർ തരുന്നതാണ് ഇതെല്ലാം. തീർച്ചയായിട്ടും അതിനോട് നന്ദിയുള്ളവനായിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. അഞ്ചപ്പം എനിക്ക് അഞ്ചപ്പത്തിന് മുമ്പ് ബോബിയച്ചൻ്റെ മനസ്സിൽ ആ ആശയം ഉള്ളപ്പോഴേ ബോബിയച്ചനോട് എനിക്ക് നല്ല ബന്ധമാണ്. ആ ഡ്രീം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളപ്പോഴും നല്ല ബന്ധം. ഞാൻ ഈ ചങ്ങനാശ്ശേരിയുടെ എൻ്റെ ഭാഗമാണെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അതിൽ പിടിച്ചു നിർത്തുന്നത് എൻ്റെ മമ്മിയാണ്. എൻ്റെ മമ്മി എല്ലാം എപ്പോഴും, ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തുടങ്ങുന്ന ഒരാൾക്കുള്ള ഭക്ഷണം എൻ്റെ വീട്ടിൽ എപ്പോഴും എക്സ്ട്രാ കാണും. അത് ആരായിരിക്കും വരുന്നതെന്ന് അറിയില്ല. എപ്പോൾ ഇവിടെ വന്നാലും മമ്മിക്ക് ഭക്ഷണം കൊടുക്കാനുണ്ടാവും. അത് ഞാനിങ്ങനെ വാച്ച് ചെയ്യും. ഞാൻ കുഞ്ഞുനാളിൽ തുടങ്ങി വാച്ച് ചെയ്യുന്ന കാര്യം. എൻ്റെ അച്ഛനും അതിനകത്തൊരു സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ബ്ലഡിലുണ്ട്. എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാർ തന്നതാണ്. അപ്പം അതിനുള്ളൊരു അവസരം ദൈവം കുറച്ചുകൂടെ വലുതാക്കി എനിക്ക് തന്നു. നീ ആയിക്കൊണ്ട് കുറച്ചുകൂടെ വലുതാവൂ എന്ന് പറഞ്ഞു. ഞാൻ അഞ്ചപ്പത്തിലെ ഭാഗമായിട്ട് ചെയ്യും. അല്ലാതെ അതിൻ്റെ അകത്ത് വലിയ മഹത്തരമായ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് കിട്ടിയതിനെ ഒരു താരത്തോടെ വലുതാക്കാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ഞാനിപ്പോൾ റേഡിയോയുടെ സ്റ്റുഡിയോയിൽ നിന്നൊക്കെ എപ്പോൾ വിളിച്ചാലും സാറ് ഫോൺ എടുക്കും. സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു പ്രിപ്പറേഷനും ഇല്ലെങ്കിൽ സാറ് സംസാരിക്കും. അതൊക്കെ നമുക്ക് തരുന്ന വലിയ പാഠങ്ങളാണ് സത്യം പറഞ്ഞാൽ. ഇത്രയും വലിയൊരാൾ നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നു, സംസാരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഈ അഞ്ചപ്പത്തിലൊക്കെ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നു. ശരിക്കും ഇതൊക്കെയാണ് അങ്ങേക്ക് സന്തോഷം നൽകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തന്നെയാണ് അങ്ങയുടെ സന്തോഷവും അല്ലേ? ജീവിതം ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ശരിയാണ്. വെച്ചാൽ സത്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്നുവെച്ചാൽ ഞാൻ വലിയ വെട്ടിപ്പിടിക്കലിൻ്റെ ആളല്ല, പൊതുവേ നോക്കുമ്പം ആളല്ല ഞാൻ. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന എൻ്റെ വീട് തൂക്കുന്നതാണ്. ശരി. കാരണം എനിക്ക് എൻ്റെ ചെറിയ പ്രവൃത്തികളിൽ സന്തോഷം കണ്ടെത്തുന്നതാണ്. പുസ്തകം വായിക്കുന്നതാണ്, പാട്ട് കേൾക്കുന്നതാണ്. എനിക്കൊരു മൂലയ്ക്കിരുന്ന് നന്നായിട്ടിരുന്ന് വായിക്കുന്ന സന്തോഷം. പിന്നെ പ്രകൃതിയിൽ ഇങ്ങനെ നോക്കുന്നത് അത് ഞാൻ അല്ല, എനിക്ക് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞിട്ട് എനിക്കെപ്പോഴും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നൊരു കാര്യം, എന്നെ ഈ സ്ഥലത്ത് ഇങ്ങനെ ജീവിക്കാൻ അനുവദിച്ചു എന്നുള്ളതാണ്. ശരി. കാരണം പിന്നെ ഏറ്റവും വലിയ കാര്യം, എനിക്ക് ഒരു കലാകാരൻ്റെ മനസ്സ് തന്നു. കാരണം കലാകാരൻ്റെ മനസ്സിലൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പെയിൻ വന്നാലും നമ്മൾ ജസ്റ്റ് ഒന്നൊരു ജനലിലേക്ക് കൂടെ പുറത്തോട്ട് നോക്കി ഒരു ഇലയിൽ വെളിച്ചം വീഴുന്നത് കണ്ടാൽ നമ്മൾ ഭയങ്കര സന്തോഷിക്കും. പെട്ടെന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. പോകുന്ന വഴികളിലെല്ലാം നല്ല ഫ്രെയിംസ് ആണ്. നമ്മുടെ കണ്ണിലെല്ലാം ക്യാമറയുടെ അതുകൊണ്ട് ഭയങ്കര ഫ്രെയിംസ് ആണ്, നിറങ്ങളാണ്. നമ്മളെ സന്തോഷിപ്പിക്കാൻ ഇതിൻ്റെ അപ്പുറം വേറൊന്നും വേണ്ട. വേറുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കാറില്ല. അപ്പം ഈ ജീവിതം ഇങ്ങനെ തന്ന ദൈവത്തോടാണ് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത്, നന്ദി പറയുന്നത്. അപ്പം അതുകൊണ്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ പിന്നെ ചെയ്യുന്ന എല്ലാ സന്തോഷമുള്ള കാര്യങ്ങളും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഉള്ളതിൽ തൃപ്തിപ്പെട്ട് സന്തോഷിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിലാണ്. അതാണ് എനിക്ക് അഞ്ചപ്പം. എൻ്റെ ലോകം ഇത്രയേ ഉള്ളൂ. എൻ്റെ വർക്ക്, എൻ്റെ വായന, എൻ്റെ കാര്യങ്ങൾ, അഞ്ചപ്പം, എൻ്റെ ഫാമിലി എന്ന് പറയുന്ന നല്ല ആശയങ്ങൾ സിനിമയിലൂടെയും ജനങ്ങളുമായിട്ട് സംവദിക്കുക, നല്ല സന്ദേശങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുക. ഉറപ്പായിട്ടും അതെനിക്ക് നിർബന്ധമാണ്. ഞാൻ പറയുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഉണ്ടാവണം. അതായത് നമ്മൾ ശരിയാണ്, സിനിമ ഒരു കൊമേഴ്ഷ്യൽ മീഡിയമാണ്. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. കാരണം വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ചോക്ലേറ്റ് നമ്മൾ കഴിക്കുന്നു. അത് വർണ്ണക്കടലാസ് അത്യാവശ്യമാണ്, അതിൻ്റെ അകത്തെ ചോക്ലേറ്റ് കണ്ടൻറ്റും അത്യാവശ്യമാണ്. പക്ഷെ അതിനുള്ളിലൊരു കപ്പലണ്ടിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ
അതിൽ ന്യൂട്രീഷൻ ഉണ്ട്, അതെ, എല്ലാ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാം ഉണ്ട് തീർച്ചയായിട്ടും. അപ്പം എനിക്ക് ആ കപ്പലണ്ടി അതിനകത്ത് വേണം, നട്ട്സ് അതിനകത്ത് വേണം. അത് എൻ്റെ കണ്ടന്റാണ്. ഞാനതിനെ വണ്ണക്കടലാസ് ഇട്ട് പൊതിയും, ബാക്കിയെല്ലാം ചെയ്യും, ചോക്ലേറ്റ് ഒക്കെ വെക്കും. അതൊക്കെ എൻ്റെ കച്ചവടത്തിന്റെ ഭാഗമാണ്. പക്ഷേ ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മാർത്ഥത ആൾക്കാരിലെത്തുക. ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കഥ. ഞാൻ എപ്പോഴും അത് ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും ഇപ്പം എൻ്റെ ആഡുകൾ നോക്കിയാൽ പോലും ഞാൻ വൈകാരികമായിട്ടാണ് ആഡുകളെ കാണുക. കഥ പറയുന്നത് വൈകാരികമായിട്ടായിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ മേക്കിങ്ങിൽ എപ്പോഴും അത് വർക്കൗട്ട് ആവാറുള്ളത്. പല ഹിറ്റുകളും എനിക്ക് കിട്ടിയിട്ടുള്ളതും ആ വൈകാരികത കൊണ്ടാണ്. ശരി. അപ്പം ദൈവം എന്നെ ഈ ഇങ്ങനെ ഒരു ദൗത്യം ഇങ്ങനെ ഒരു മനസ്സ് എനിക്ക് തന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. ഒരു എന്താണ് ഒരു കാൽപ്പനിക മനസ്സ് എൻ്റെ ഉള്ളിൽ വെച്ചത് കൊണ്ടാണ് എനിക്കിതെല്ലാം ആകാൻ കഴിഞ്ഞത്. അല്ലാതെ ഞാനൊരു പ്ലാസ്റ്റിക് ഒരു എന്താണ് ഒരു കാൽപ്പനികതയ്ക്ക് അപ്പുറത്ത് ഒരു പ്രാക്ടിക്കൽ ലൈഫ് ആണ്. ശരി. ഉറപ്പായിട്ട് എൻ്റെ വർക്കുകളിലൊന്നും അതുണ്ടാവില്ല. എൻ്റെ ബന്ധങ്ങളിലോ എൻ്റെ സ്നേഹത്തിലോ എൻ്റെ ഇടപെടലുകളിലോ ഒന്നും അതുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം മൂലയ്ക്കിരുന്ന് വായിക്കാനും ഇങ്ങനെ പാട്ട് കേൾക്കാനും ചെയ്യുന്ന വർക്കുകളെ കുറിച്ച് സ്വപ്നം കാണാനും ഒക്കെയാണ് എനിക്കിഷ്ടം. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ഓണ സന്ദേശത്തിൻ്റെ ആവശ്യമില്ല. കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓണ സന്ദേശം തന്നെയാണ് സാറിപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എങ്കിലും റേഡിയോ എന്ന് പറയുന്ന മാധ്യമം അങ്ങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമമാണ്. പ്രത്യേകിച്ച് മാർക്കോണി മത്തായിലെ ഒരു പ്രധാന കഥാപാത്രം റേഡിയോ തന്നെയാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ആ സിനിമ മുന്നേറുന്നതിൽ മൊത്തം റേഡിയോ ഒരു പ്രധാന കഥാപാത്രമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ശരിക്കും ആ സിനിമ ഉണ്ടാവും ഭയങ്കര സന്തോഷവും അത്ഭുതവും തോന്നി. റേഡിയോയെ അങ്ങ് ഇത്രമാത്രം നെഞ്ചേറ്റിയതിൻ്റെ ഒരു ഊഷ്മളത നമ്മളിപ്പോൾ റേഡിയോയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ തോന്നിയത്. ശരിക്കും നമുക്ക് അതുകൊണ്ട് ആ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്, റേഡിയോ എന്ന മാധ്യമത്തെക്കുറിച്ച്. ഒപ്പം നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ഓണാശംസകൾ. ശരിക്കും പറയുമ്പോൾ എനിക്കും ഇപ്പം ശരിക്കും സങ്കടം വരുന്നത് എൻ്റെ അച്ചാച്ചൻ മരിച്ചിട്ട് ഇപ്പം ഇത് 15-ാം വർഷമാണ്. കഴിഞ്ഞ ദിവസം 15 വർഷമായി. അദ്ദേഹമാണ് സത്യത്തിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം എൻ്റെ വർക്കുകളിലൊക്കെ പാട്ട് ആദ്യം അച്ചാനെ കേൾപ്പിക്കും. ശരി. അച്ചാൻ അഭിപ്രായം പറയും. അപ്പം അങ്ങനെ നമ്മുടെ കുറേ കാലങ്ങൾക്ക് മുമ്പ്, ഇപ്പോഴത്തെ അവസ്ഥയല്ല, നമ്മുടെ കൊച്ചി FM വന്നു. നമുക്ക് ചങ്ങനാശ്ശേരി കിട്ടില്ല, ഒരു വിധത്തിലും കിട്ടില്ല. എൻ്റെ അച്ചാച്ചൻ ഒരു ടെക്നീഷ്യനെ കൊണ്ടുവന്നിട്ട് വീടിൻ്റെ ടെറസിൻ്റെ മേളിൽ ഏരിയയിലൊക്കെ വലിച്ചു കെട്ടി എല്ലാ ഞായറാഴ്ചയും കൃത്യമായിരുന്നു പണിയെടുക്കാൻ തുടങ്ങി. എല്ലാ അച്ഛനെ ഞായറാഴ്ച ദിവസം ഫ്രീ ആകത്തുള്ളൂ. രാവിലെ തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പള്ളിയിലൊക്കെ പോയി വന്നിട്ട് നേരെ ഇതിൽ പണിയാൻ തുടങ്ങും. അപ്പം ഞാനും ഇതിൻ്റെ കൂടെ കൂടും. ഭയങ്കര രസമാണ്. അവസാനം ഒരു ദിവസം ഇത് കിട്ടി ട്യൂണിയ കിട്ടി. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളി അച്ഛൻ അത് അവിടെ സ്പീക്കറൊക്കെ വെച്ച് റേഡിയോ ഭംഗിയായിട്ട് അവിടെ ഒരു കട്ടിലൊക്കെ ഇട്ട് കേട്ടിങ്ങനെ കിടക്കും. ഇതാണ് സത്യത്തിൽ മാർക്കോണി മത്തായിലെ കഥാപാത്രം. ഞാൻ ആ അച്ഛനെ ആ ക്യാരക്ടറിനെയാണ് ഞാൻ എടുത്തിട്ട് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി. എന്നോട് ഞാൻ വിജയ് സേതുപതിക്ക് മുമ്പ് കമലഹാസനാണ് ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് ആദ്യം വില്ലിംഗ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമൽ സാറിനോട് ഈ സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ എന്നോട് എടുത്ത് ചോദിച്ചത്, ആരാണ് ഈ ഒറിജിനൽ ആണല്ലോ ഈ ആള് ആരാണെന്ന്. അത് ശരി. എൻ്റെ ഫാദറാണ്. പിന്നെ ഒരു മണിക്കൂറോളം അദ്ദേഹം എൻ്റെ ഫാദറിനെ കുറിച്ച് എന്നോട് സംസാരിച്ചു. കാരണം അത്രയും ഡീപ്പായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാദറിൻ്റെ ഈ ക്യാരക്ടർ. അപ്പം അത് വെച്ചിട്ടാണ്, അതാണ് എൻ്റെ ബേസ്. അപ്പം റേഡിയോയോടുള്ള എൻ്റെ ഇഷ്ടം, എൻ്റെ ഫാദറിൻ്റെ സ്നേഹവും, പിന്നെ പാട്ടുകളോടുള്ള എൻ്റെ മ്യൂസിക് എനിക്ക് ജീവനാണ്. ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ സമയവും, ഞാൻ ഇച്ചിരി സമയം കിട്ടിയ ഞാൻ എൻ്റെ ഓഫീസിലൊക്കെ ആണെങ്കിലും ഫുൾ പാട്ടാണ്. പുസ്തകവായനയും പാട്ടുമാണ് എൻ്റെ ലോകം. അപ്പം ഞാൻ മ്യൂസിക് ഭയങ്കര കൊതിയനാണ് ഞാൻ. പിന്നെ ഡാൻസ് ഭയങ്കര കൊതിയനാണ്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ നമുക്ക് ഇത് എനിക്ക് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് ശരി. ഈ കഥയും ഈ റേഡിയോയും അപ്പം റേഡിയോ ഇപ്പോഴും ഞാൻ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി സമയം കിട്ടിയ റേഡിയോ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ശരി. അപ്പം റേഡിയോ എന്നും നമ്മൾക്ക് നമ്മളോടൊപ്പമുള്ള ഒരു മാധ്യമമായിട്ട് തന്നെയാണ്. അതിന് വേറെ ഒട്ടും നമ്മളെ എങ്ങനെ വേണേൽ ട്രാവൽ ചെയ്യിക്കാവുന്ന ഒരു റേഡിയോ മീഡിയയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് സനൽ സാറ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഓണക്കാലത്ത് ഇത്രയും സമയം ഒരുപാട് തിരക്കുണ്ടായിട്ട് നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിൽ. അപ്പോൾ സാറിൻ്റെ വളർച്ചയിൽ ഈശ്വരാനുഗ്രഹം ഇനിയും കൂടുതൽ ഉണ്ടാവട്ടെ, ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഈ പറഞ്ഞ പോലെ ചങ്ങനാശ്ശേരിയുടെ അഭിമാനമായി നമ്മളോടൊപ്പം എന്നുണ്ടാകും സനൽ സാറ്. ഈ വിലയേറിയ സമയം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. സാറിനും സാറിൻ്റെ കുടുംബത്തിനും ഹാപ്പി ഓണം വൺസ് അഗൈൻ. താങ്ക്സ്. നന്ദി.